എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ പുത്തൻ വീഡിയോ ആയിട്ടാണ്. പുത്തൻ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എന്നാലും ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഉള്ളി ബജി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഉറങ്ങുകയാണ്. ഏട്ടൻ ഉറങ്ങി നിൽക്കുമ്പോഴേക്കും ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് ഏട്ടനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ ഏട്ടൻ എണീച്ച് ഉള്ളി ബജിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതും നമ്മൾ ഉള്ളി ബജി ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇന്ന് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഉള്ളി ബജിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഒരു 2 എണ്ണം ഉണ്ട്, പിന്നെ നൈസായിട്ട് അരിഞ്ഞ ഇഞ്ചി ഉണ്ട്, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. പിന്നെ വേണ്ടത് പറഞ്ഞാൽ ഇതിൻ്റെ മസാല ഇതൊന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും കുറച്ച് കടലമാവും വേണം. പിന്നെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് അരിപ്പൊടിയും കൂടി വേണം. അപ്പോൾ നമുക്കത് ഇതിൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കി നോക്കാം. മിക്സ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. ആദ്യം സവോള നന്നായിട്ട് വിടർത്തി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞ പാടെ ഉള്ളതാണ്. അത് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഓരോരോ ഇതാക്കി എടുക്കണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ കട്ട പിടിക്കാതെ നേരെ കിട്ടുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇടാം. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് കുഴയ്ക്കാം. ഇപ്പം ഇതുപോലെ കിടക്കുന്നതൊക്കെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തിയിട്ട് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാം. ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വ്യക്തതയും ക്ലാരിറ്റിയും ക്ലിയറൊന്നും ഉണ്ടാവില്ല, പിന്നെ ഷെയ്ക്ക് ആവുന്നുണ്ടാവും വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ ആദ്യം തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാം നമ്മളിങ്ങനെ വിടർത്തി സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കുക. കറിവേപ്പില, പിന്നെ പെരിഞ്ചീരകം, ഇനി നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. വേണ്ടത് നമുക്ക് പൊടി ഐറ്റംസാണ്, മാവ് ഐറ്റംസാണ്. മൈദ, കടലമാവും ചേർക്കാം. കുറച്ച് മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ചേർത്താൻ. കൂടുതലായി പോകാൻ പാടില്ല. അതായത് ഉള്ളിനേക്കാൾ കൂടുതൽ മാവാവാൻ പാടില്ല. ഉള്ളിയൊക്കെ പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ വരാൻ പാടില്ല. ഉള്ളിനെ ജസ്റ്റ് ബൈൻഡ് ചെയ്ത് എല്ലാം യോജിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ മാവ് ഐറ്റംസ് ചേർക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തുക. ഇത് പരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് മുന്നേ മൈദയും കടലമാവുമാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് നോക്കാം നമുക്ക്. ഉള്ളിയുടെ ബജിക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കുഴച്ചിട്ട് ഇപ്പോൾ നല്ല ഉള്ളി നന്നായിട്ട് കാണുകയും വേണം, എന്നാൽ മാവ് ഒരുപാട് ഉണ്ടാവാനും പാടില്ല. ഉള്ളീനെ ജസ്റ്റ് ഒന്ന്, അതായത് എല്ലാ ഉള്ളിയും യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ചേർത്തുന്നത്, മാവൊക്കെ ചേർത്തുന്നത്. ഇതാണ്ടില്ല. ഇപ്പോൾ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളികൾ തമ്മിൽ വിട്ടു പോവാതെ യോജിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവും മൈദയും ചേർക്കുന്നത്. എന്നാൽ നമ്മൾ ബജ്ജിയായിട്ട് എടുക്കുന്ന സമയത്ത് ഉള്ളി കാണുകയും വേണം. കണ്ടില്ലേ, ഇപ്പോൾ നേരെ ഉള്ളി കാണുന്നുണ്ട്, എന്നാൽ
എന്താ വിട്ട് വിട്ട് പോകുന്നുമില്ല, ആ രീതിയിലായിരിക്കണം വരേണ്ടത്. പിന്നെ നമുക്കിത് ബജിയാക്കി ഇനി എടുക്കും. ഇത് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ബജിയായിട്ട് ഉണ്ടാക്കി നന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആയിട്ടുണ്ട്, നമുക്കതിന് കോരി വയ്ക്കാം. ടിഷ്യൂ പേപ്പർ ന്യൂസ് പേപ്പറൊന്നും ഇല്ല, അപ്പോൾ തൽക്കാലം ഞാൻ നോട്ട്ബുക്കിൻ്റെ പേജ് കയറിയിട്ട് വെച്ചിരിക്കുകയാണ് എണ്ണ കുടിക്കാൻ വേണ്ടി, എണ്ണ വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള മാവ് മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ സ്റ്റെപ്പിലുള്ള ഉള്ളിവടയാണത്, ഉള്ളിബജിയാണത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചായയും ഉള്ളിബജിയും കഴിക്കാം. അപ്പോൾ ചായ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചായയായി ഉള്ളിബജിയായി. അപ്പോൾ നമുക്ക് ഏട്ടന് കൊണ്ട് കൊടുക്കാം. ഏട്ടൻ്റെ അഭിപ്രായം എന്താണെന്നറിയാം. അപ്പോൾ ചായ ഇതാ തിളച്ച് പൊന്തി. ഈ ചായ 2 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കിടക്കട്ടെ. പിന്നെ ചായയും ബജിയായിട്ട് നമുക്ക് ഉമ്മറത്തേക്ക് പോകാം. ഉള്ളിബജി ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. നല്ല എരിവുണ്ടായിരുന്നു, പക്ഷെ അവൻ നല്ല കഴിക്കുന്നുണ്ട്. ഇഷ്ടായോ? ബജി ഇഷ്ടായോടാ? ഇഷ്ടായോ? ചായയും ബജിയൊക്കെ ആയിട്ട് നമ്മൾ ഏട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഏട്ടൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് അഭിപ്രായം ചോദിച്ചു നോക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കടിക്കുന്ന സൗണ്ട്? കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറയേ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഉള്ളിവട, ഉള്ളി ബജി. പിന്നെ എന്തായാലും വീഡിയോസ് ഒന്നും നമ്മൾ അങ്ങനെ ഇടാറില്ല. പിന്നെ എന്തെങ്കിലും ഇടണ്ടേന്ന് എഴുതിയിട്ടാണ് എന്നാൽ ബജി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുക, ഏട്ടനുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് എടുത്തത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ശരിക്കും അടിപൊളിയായിട്ടുണ്ടോ? എന്നാലും ട്രൈ ചെയ്യാൻ പറയും. ആ പൊന്നു വന്നിട്ടുണ്ട്. ആ പൊന്നു നമ്മുടെ ബജി കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ബജി കഴിച്ചിട്ട് പറയും. നേരെ കഴിക്കണ്ട് പറയും, എങ്ങനെയുണ്ട് പറ. ശരിക്കും എരിവുണ്ടോ? എരിവ് ഇത്തിരി കൂടിയ പോലെ ഉണ്ടായിരുന്നല്ലോ അമ്മക്ക്. കുട്ടിക്ക് എരിവുണ്ടോ? ഇല്ലേ? അപ്പോൾ ഞങ്ങളെന്നാ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി 2 ബജിയും കൂടി ബാലൻസ് ഉണ്ട്. ഇതിനി അവൻ കഴിച്ചോട്ടെ, കുറച്ച് ചായ ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.